തനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഞ്ചി തൈരാണ്. ഇഞ്ചി തൈരെന്നും ഇഞ്ചി പച്ചടി എന്നൊക്കെ പറയും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി ഉണ്ടാവും, അതിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്, നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ അതിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടയായിട്ടുള്ള തൈര് വേണം ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഒന്നില്ലെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കുഞ്ഞുകുനാന്ന് കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. കാര്യം എനിക്കിത് ഇഞ്ചിയിൽ കടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഞാനൊന്ന് വറുത്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വേണമെങ്കിൽ തേങ്ങയുടെ കൂടെ അരച്ചിട്ട് ചേർക്കാം ഇഞ്ചി. ഇപ്പം ഞാൻ തേങ്ങ എടുക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചി തൈരാണ് കാണിക്കുന്നത്. ഇഞ്ചി തൈരെന്ന് ഇഞ്ചി പച്ചടി എന്നൊക്കെ ഇതിന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. വളരെ കുറച്ച് ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുള്ളൂ, ചെറിയൊരു എമൗണ്ടാണ് കാണിക്കുന്നത്. തൈരും അതിനനുസരിച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുകും വറ്റൽമുളകൊക്കെ ഒന്ന് താളിച്ച് ഇടാം. തീ കുറച്ച് വെച്ചേക്കുന്ന വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ഒരു പച്ചമുളക് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഈ കൂട്ട് നമ്മുടെ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കുറച്ചുകൂടി അധികം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. എന്നിട്ട് ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ തൈരിന് നല്ല പുളിയാണ്, പുളി കൂടുതലുള്ള തൈരാണ്. അപ്പം ഞാൻ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികമൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്